ഹൈ സ്റ്റൗട്ട് ഓഫ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടി ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഒരു വലിയ ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അരമണിക്കൂർ നേരമെങ്കിലും കുറഞ്ഞത് ഇതൊന്ന് മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാഷ്യൂസും റൈസിൻസും ഒന്ന് വറുത്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കാഷ്യൂസ് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പം റൈസിൻസും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇനി ഇതൊന്ന് മാറ്റി വെക്കാം വേറെ പാത്രത്തിലേക്ക്. ഇനി ബാക്കി വന്ന അതേ നെയ്യിലേക്ക് 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നേരത്തെ ഉള്ളിയൊക്കെ വറുത്തെടുത്ത അതേ നെയ്യാണ് എടുത്തത്. ഇനി അതിനകത്തേക്ക് കറുവപ്പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ്, തക്കോലം, ഏലക്ക, ജാതിപത്രി ഇവയൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വെള്ളം വാർന്നു വെച്ചിട്ടുള്ള അരി അതിനകത്തേക്ക് ചേർത്ത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു പകുതി ചെറുനാരങ്ങ നീരും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണേ. റൈസ് നമ്മൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ നീര് ചേർക്കുന്നത്. അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കുക. വിസിലിട്ടിട്ട് 1 വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചത്. ഇനി അപ്പോഴേക്കും നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്ക് റൈസൊക്കെ വെന്ത് കിട്ടും. ഒരു പാൻ വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചിക്കൻ വറുത്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ റൈസ് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഇപ്പം നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് ഒരു 3/4 ഭാഗം വേവായി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല പാകത്തിനുള്ള വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കുക. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 10 പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുത്തിട്ട് ഇപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. അതേ ഓയിലിനകത്തേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വഴറ്റിയെടുക്കണേ. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് വഴന്നു വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് വഴറ്റിയെടുക്കുക. ഇഞ്ചിൻ്റെ പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. ഇപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, കുറച്ച് ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. മസാലപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ മസാലയ്ക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് 2 തക്കാളി നീളത്തിൽ അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുക.
ഇനി തക്കാളി ഒന്ന് വഴന്ന് വരണം. നമ്മൾ അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ തക്കാളി വേഗത്തിലൊന്ന് സോഫ്റ്റായി വരെ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് സവാളയിൽ നിന്ന് കുറച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറുതായി അരിഞ്ഞ ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്തൊക്കെ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കണേ, അല്ലാതെ അടി പിടിച്ചു പോകും. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മസാലയൊക്കെ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കൂടെ ചേർത്ത് നന്നായി ഇളക്കി മസാലയൊക്കെ ചിക്കനിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണം കേട്ടോ. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ള കുറച്ച് ടൈം മാത്രമേ ആവശ്യമുള്ളൂ, അല്ലാതെ നമുക്ക് വേഗം ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. തൈര് ചിക്കനിലൊക്കെ നന്നായിട്ട് മിക്സായി വരണേ. ഇപ്പം തന്നെ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് വേണ്ട ചിക്കൻ്റെ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബിരിയാണീൻ്റെ 3/4 ഭാഗം ജോലിയും കഴിഞ്ഞിട്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ദം ചെയ്തെടുക്കണം ബിരിയാണിയും ചിക്കനും. ഈ ചിക്കൻ മസാലയും കൂടെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് റൈസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നിരത്തി കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം ഇതിനകത്തേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച കിസ്മിസും കാഷ്യൂസും സവാളയും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. അതിന് മുകളിൽ കുറച്ച് ഗരം മസാല ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചിക്കൻ്റെ മസാല അതിന് മുകളിൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിൽ വീണ്ടും നമ്മൾ അടുത്ത ലെയർ റൈസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും കുറച്ച് ഗരം മസാല കൂടെ അതിന് മുകളിലൊന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ കിസ്മിസും കാഷ്യൂസും വറുത്ത സവോളയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായി അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മുതൽ ഒരു 10 മിനിറ്റ് വരെ നമുക്കൊന്ന് സിമ്മിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. ഇതിനകത്തേക്ക് കുറച്ച് തൈരും അച്ചാറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിത് കഴിക്കട്ടെ. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.